ദൈവത്തിൻ്റെ കൃപയിൽ സ്വസ്ഥതയോടും ദൈവകൃപയിലും ദൈവസ്നേഹത്തിലുമായിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി വിടുവിക്കുവാനും ദൈവം സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ചെറിയ പ്രശ്നം പ്രിയാക്കാൻ സംഭവിച്ചെങ്കിലും ദൈവം മറ്റ് അനർത്ഥങ്ങളൊന്നും കൂടാതെ ദൈവം വിടുവിക്കുവാനായിട്ട് ദൈവത്തിനത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ദൈവത്തിൻ്റെ വലിയ കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. വീഴ്ചയിലൊക്കെ ദൈവത്തെ താങ്ങുകയും ദൈവത്തെ പ്രത്യേക സംരക്ഷണം അയക്കുകയും ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ രണ്ടുപേരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് എൻ്റെ പ്രിയ രാകേഷ് പാസ്റ്റർ സംസാരിക്കും. ആദ്യത്തിനായി വിശ്വസിക്കും. 2025 വർഷം ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ചയുടെ പകൽ സമയത്ത് നമുക്കെല്ലാവർക്കും സഭയായി ഒന്നിച്ച് ഈ ഭവനത്തിൽ കൂടുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സാവകാശനായി ആരോഗ്യം ബലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു. പ്രത്യേകമായി ഈ വീട്ടിലായിരിക്കുന്ന ക്ഷമനച്ചാനായി സ്തോത്രം, അമ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അവരെ ശുശ്രൂഷിക്കുന്ന സഹോദരിക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൂരസ്ഥരായിരിക്കുന്ന 3 മക്കളെയും തലമുറകളെയും എല്ലാം കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നല്ലോ. കർത്താവിനെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായ ദൈവസഭയുടെ ഹല്ലേലൂയ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ കർത്താവ് ഏൽപ്പിച്ച ഇട ശുശ്രൂഷ ചെയ്യുന്ന കർത്താദാസൻ ലാലുപാസനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ തന്നോട് ചേർന്ന് നിൽക്കുന്ന കമ്മിറ്റിക്കായി സ്തുതിക്കുന്നു. ദൈവമക്കൾക്കായി സ്തോത്രം. ഒരു പകലും കൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കാനായി സ്തുതിക്കുന്നു. കാലാവസ്ഥയുടേതായ പ്രയാസം ഉണ്ടല്ലോ സ്തോത്രം. എങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മുടേതായ കാര്യം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ദൈവിക കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് അനുഗ്രഹമായി തീരും എന്ന സ്തോത്രം നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. വചനം നമ്മളത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദാവീദ് രാജാവ് പറയാൻ, ഞാൻ ചെലവ് ചെയ്യാതെ യാഗം കഴിക്കില്ലെന്ന്. ചെലവ് ചെയ്യാതെ ഒരു രാജാവ് പറയാണ്, ഞാൻ ചെലവ് ചെയ്യാതെ ദൈവത്തിന് സ്തോത്രം അത് യാഗം അർപ്പിക്കുകയോ പ്രാർത്ഥിക്കുകയോ സ്തോത്രം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ഓരോപ്പോൾ എല്ലാത്തിനും ചെലവ് ഉണ്ട്. ആ ചെലവ് ആക്കണമെങ്കിൽ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടണ്ടേ, വെറുതെ കിട്ടൂല. അപ്പോൾ അതിനൊരു കഷ്ടപ്പാടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ 5 വാക്യങ്ങൾ വായിച്ച് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞായറാഴ്ച ഈ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട സമയം മുതൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ പ്രകാരം ആ സമയത്ത് കർത്താവ് നൽകിയ ഒരു വചനഭാഗമായിരുന്നു. സമയം ലഭിച്ചാൽ പറയാൻ വേണ്ടി വിചാരിച്ചു. പക്ഷേ അത് മാത്രമല്ല, എന്നോട് ഇടപെട്ട ചില ഭാഗങ്ങളായിരുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഭാഗങ്ങൾ എന്നോട് വീണ്ടും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അത് സ്വന്തം ദൈവസഭയിൽ പ്രസ്താവിക്കാനും ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇന്നയോളം ഉള്ളെങ്കിൽ വഹിച്ചല്ലോ. അപ്പോസ്തലൻ പൗലോസ് എഫെസ്യർക്ക് അതെടുക്കണ്ട, എഫെസ്യരിൽ നമുക്ക് കാണാൻ പാടുള്ള വാക്യമാണ്. എഫെസ്യർ 1:3 വാക്യം പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ ക്രിസ്തു യേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. പക്ഷേ ഇതൊന്നും നമ്മൾ പ്രാപിച്ചിട്ടുമില്ല. സ്തോത്രം. വാക്യം ഉറപ്പാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നുമായിരുന്നു. പിന്നെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ചില വർഷങ്ങൾക്ക് മുമ്പെയാണ് വെളിപ്പെടുത്തിയ കാര്യം. ഒരു വലിയൊരു ഈ ഹാളിൽ നിറച്ചും പൊതികൾ, ഗിഫ്റ്റ് പൊതികൾ, ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ ക്രിസ്മസ് ഗിഫ്റ്റ് പൊതികൾ നിറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൊച്ചിനെ അല്ലെങ്കിൽ എന്നെ തന്നെ ഈ വാതിക്കൽ നിർത്തിയിട്ട് വാതിൽ തുറന്നിട്ട് കർത്താവ് നമ്മൾ പറയുകയാണ് കൊച്ചിനോട്, നീ എല്ലാം നിനക്കാണ്, നീ എടുത്തോളാൻ പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അത് തുറന്ന് തീർക്കാൻ പറ്റില്ല. പിന്നെ ഈ പിള്ളേർ പല ടൈപ്പുണ്ട്. നമ്മളും അങ്ങനെ ആണ്. സ്തോത്രം. ഒരു കാര്യം കിട്ടിയാൽ ചില പറയുന്നതാണ് ആ കവർ കീറി കളഞ്ഞ് ആണോ മറ്റേ ചില പിള്ളേർ സാവകാശം ആ സ്റ്റിക്കറോ അല്ലെങ്കിൽ കെട്ടുവാണെങ്കിൽ സാവകാശം എടുത്ത് കളയത്തുള്ളൂ. എങ്ങനെയായാലും അപ്പോൾ അത് അർത്ഥം സമയമെടുക്കും. എല്ലാം തന്നിരിക്കുകയാണ്, പക്ഷേ അത് നമുക്കത് സമയമെടുക്കും. അനുഭവിക്കാൻ വേണ്ടി മനസ്സിലാക്കി അത് അനുഭവിക്കാൻ വേണ്ടി സമയമെടുക്കും. അതിന് ഉള്ള ഒരു കാര്യമാണ് കർത്താവ് ഏൽപ്പിച്ചത്, കർത്താവ് ആക്കി വെച്ചത് ഒരു കാര്യമാണ് സഭ. സഭയിൽ വന്നാൽ സഭയിലെ കൂട്ടായ്മ, ദൈവവചന ധ്യാനം, പ്രാർത്ഥന, ഉപവാസം ഒക്കെ നിമിത്തമാണ് നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. പഴയ നിയമത്തിലും വ്യത്യാസമില്ല, പുതിയ നിയമത്തിൽ ഒരുപോലെ. പഴയ നിയമത്തിലെ ഇസ്രായേൽ സഭയായിരുന്നു, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സഭ എന്നുള്ള വ്യത്യാസം. പുതിയ നിയമം, പഴയ നിയമം. പക്ഷേ സഭയ്ക്കാണ് അന്നും ഇന്നും കർത്താവിന് പ്രാധാന്യം. സഭയെ നയിക്കാൻ വേണ്ടി കർത്താവ് ഓരോരുത്തരെയും അയച്ചു, സഭയെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് ഓരോരുത്തരെയും നിയമിച്ചു. സ്തോത്രം. അതിലൊരു കാലഘട്ടത്തിലാണ് നെഹമ്യാവിൻ്റെ വരവ്.
ദൈവം അയച്ചൊരു മനുഷ്യനായിരുന്നു നെഹമ്യാവ്. താൻ പാസ്റ്ററല്ല, സെൻട്രൽ പാസ്റ്ററല്ല, സ്തോത്രം. ഒരു നല്ലൊരു കുലത്തിൽ താൻ പിറന്നത് മാത്രമേ ഉള്ളൂ. താൻ അത് വേറൊരു രാജ്യത്ത് പോകേണ്ടി വന്നു, പ്രവാസിയായിരുന്നു. അവിടെ രാജാവിൻ്റെ താൻ പാനവാഹക പാത്രകനായിരുന്നു, സ്തോത്രം. അവിടെ നിന്ന് താൻ വന്നു. യെരൂശലേം മതിൽ പണിയാൻ വേണ്ടി ദൈവം തന്നെ നിയോഗിച്ചു. ആ നിയോഗത്തിൽ താൻ ആ പണി ചെയ്തു, സ്തോത്രം. 9-ാം അധ്യായം നമ്മൾ വരുമ്പോൾ 9-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. 9-ാം അധ്യായത്തിൽ ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു. ആ ഉപവാസത്തെ എല്ലാവരെയും വരുത്തിക്കുകയാണ്, എല്ലാവരും, സ്തോത്രം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന പിതാക്കന്മാർ യാക്കോബ് പറയാണ്, നിങ്ങൾ കൂടി വരുവേൻ, നിങ്ങൾ കൂടി വരുവേൻ. കാരണം ഈ 12 മക്കൾ ഒന്നിച്ച് കൂടത്തില്ല. യാക്കോബിന് 12 മക്കളെ. അവർ പറയാം നിങ്ങൾ കൂടി വരണം. പക്ഷേ ഇവർ ഈ 12 എണ്ണം തലതെറിച്ചത്, സ്തോത്രം, നമ്മൾ സാധാരണ പറയാൻ പോകും നമ്മുടെ ഭാഷയിൽ തലതെറിച്ചല്ലായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട. എങ്കിലും പല സമയം കൂടി വരാൻ പറഞ്ഞാൽ കൂടി വരത്തില്ല. ഒരുത്തന് ഇവിടെ യാക്കോബിന് ഇവിടെ ശിമോനെ ഇവിടെ പിടിക്കുമ്പോൾ ലേവി അങ്ങോട്ട് ഓടും, യൂദാനെ ഇവിടെ പിടിക്കുമ്പോൾ മറ്റേ ബെന്യാമീൻ അങ്ങോട്ട് ഓടും, സ്തോത്രം. പണ്ടത്തെ കാലത്തെ 12 മക്കളൊക്കെയുള്ള അപ്പച്ചന്മാർക്കൊക്കെ അതറിയാം. പക്ഷെ ദൈവത്തിന് എങ്ങനെ എവിടെ ഓടിയാണ് ദൈവം പറയുന്നത്? കൂടി വരണം. കൂടി വന്നാലേ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായ വാക്യങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ യേശു താൻ തന്നെ പറഞ്ഞു, 2-3 പേർ. കർത്താവ് അത് കുറച്ചു. 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. സ്വം ഈ നെഹമ്യാവിൻ്റെ പുസ്തകം, നെഹമ്യാവിൻ്റെ അർത്ഥം, സ്തോത്രം, കംഫർട്ട് ഓഫ് യാവേ, യഹോവയുടെ ആശ്വാസകൻ, അല്ലെങ്കിൽ യഹോവയുടെ ആശ്വാസം. ആ മനുഷ്യൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ യഹോവയുടെ ആശ്വാസം. മനുഷ്യന് അല്ലെങ്കിൽ തൻ്റെ ജനത്തിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം തന്നെ ജനിപ്പിച്ചത്, സ്തോത്രം. അതുപോലെ തന്നെ തന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യിപ്പിച്ചത് സ്തോത്രം ചെയ്യുന്നു. 13-ാം വാക്യം നമ്മൾ വായിക്കുന്നത് നെഹമ്യാവ് 9:13. മതി. 1 ഇവിടെ സ്വർഗത്തിലെ സകല ആത്മീയതകത്തെ നമ്മൾ നിറച്ച ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ ഒരു 5 കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും 5 കാര്യം മാത്രം ഈ ഒരു അധ്യായത്തിൽ മാത്രം നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? നീ സീനായ് മലയിൽ നിന്ന് മലമേലിറങ്ങി നിന്റെ ജനത്തോട് സംസാരിക്കുന്ന ദൈവം. അന്നുണ്ട് ഇന്നുണ്ട്. സംസാരിക്കാൻ നമുക്ക് ചെവി ഉണ്ടോ എന്നാണ് വിഷയം, സമയമുണ്ടോ എന്നാണ്. ചെവിയുണ്ട്, പക്ഷെ സമയം ഇല്ലാത്ത വിഷയമാണ്. ദൈവം അവരോട് സീനായ് മലയിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. എവിടുന്ന്? ആകാശത്തു നിന്ന്. കാരണം ആകാശം ഭൂമി ഉണ്ടാക്കിയ ദൈവം അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആകാശത്തു നിന്നാണ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ആ ജനം ആദ്യം അവർ പേടിച്ചു. അവർ പറഞ്ഞു, ഇടിമുഴക്കവും ഒക്കെ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇനി ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കേണ്ട, മോശം മുഖാന്തരം സംസാരിച്ചാൽ മതി. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന, അന്നും ഇന്നും ആഗ്രഹിക്കുന്ന എൻ്റെ ജനത്തോട്, എനിക്ക് എൻ്റെ മകനോട്, എനിക്ക് എൻ്റെ മകളോട് സംസാരിക്കണം. അതിനൊന്നും കൂടെ എളുപ്പമാക്കി എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളിൽ അതേ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അതേ തുണ നിൽക്കുന്നു, നമ്മളെ സത്യത്തിൽ നമ്മളെ നടത്തുന്നു. അവൻ ആശ്വാസദായകനാകുന്ന ആശ്വാസം നമുക്ക് തരുന്നു. പക്ഷെ അവൻ്റെ അടുക്കൽ വന്നാലേ നമുക്കത് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. 15-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. 15-ാം വാക്യം അവിടെ വീണ്ടും പറഞ്ഞ ആകാശത്ത് നിന്ന് ആകാശത്തു നിന്ന് അപ്പം കൊടുത്തു. അതും ആകാശത്താണ് കൊടുത്തത്. ഓരോ ദിവസം അവർ പോയി പെറുക്കണം, അല്ലേ? അവരെ ഹൈറ്റിൽ പൊക്കത്തിൽ വരും, അതൊന്നൊന്ന് പെറുക്കിയാൽ മതി. അത് എവിടെ നിന്ന് കൊടുത്തത്? ആകാശത്തും ദൈവം അവർക്ക് ആ ഭോജനം കൊടുക്കണം. ഓരോ 40 വർഷം സകല ജനത്തിനും, കുഞ്ഞുങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക്, അത് വാർദ്ധക്യം, മാതാപിതാക്കൾ, സകലവും കർത്താവ് നൽകി. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, സ്വന്തം ഭാരമാണ്, പ്രയാസമാണ് പറയുവാൻ കർത്താവ് നമ്മളിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ദൈവമാകുന്നു. സ്തോത്രം. അവന് നന്മകൾ ഓർത്തവനെ സ്തുതിക്കാൻ വേണ്ടിയാ. അതിൽ കഷ്ടതയുണ്ട്. അച്ഛൻ പറഞ്ഞ വാക്യം വളരെ എനിക്ക് സന്തോഷം തോന്നി. അത് ഓർത്ത് താൻ പറഞ്ഞല്ലോ. കർത്താവായ യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എന്നാൽ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സകലത്തെയും ജയിച്ച കർത്താവാണ് പറയുന്നത്. ആ കർത്താവിനെ അടുക്കൽ വരാൻ വേണ്ടിയാണ് അതേ കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്നത് ആകാശത്തിന് അവൻ അവർക്ക് അപ്പം കൊടുത്തു. ഇന്ന് വരെയും നമുക്ക് എല്ലാവർക്കും അതേ കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളം കർത്താവ് തന്നു. കൃപയാൽ സ്തോത്രം. അതേ അപ്പച്ചനും അമ്മച്ചിക്കും അത് നൽകിയോ അതോ സ്തോത്രം ചെയ്യുന്നു. 3 മക്കളെയും അത് കൊച്ചുമക്കളെയും കാണുവാനുള്ള, അത് തലമുറ കാണുവാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നൽകി, ആരോഗ്യം ആയുസ് നൽകി. സ്തോത്രം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഭാരം പ്രയാസം എല്ലാവർക്കും ഉണ്ട്. കർത്താവ് ഓർപ്പിക്കുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ധൈര്യപ്പെടുവീൻ എന്നാണ് ദൈവത്തിന് പറയുന്നത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരെങ്കിലും തൽക്കാലത്തേക്ക് ഒരു സഹോദരി ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഓടി വരും. മാത്രമല്ല, ആരും ഇല്ലെങ്കിൽ കർത്താവ് കൂടെ ഉണ്ടെന്ന് അത് 10 പ്രാവശ്യം നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരുമില്ലെന്ന് പറഞ്ഞാൽ ആരുമില്ലാണ്ടോ?
ആരും ഇല്ലെന്ന് അയ്യോ എന്തെങ്കിലുമൊക്കെ അത് നമ്മുടെ പൊതുവെ മനുഷ്യൻ്റെ സ്വഭാവമാണല്ലോ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്തെങ്കിലും സംഭവിക്കുന്നത്? അനർത്ഥം സംഭവിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞാലേ എനിക്ക് വിശ്വാസമാവുള്ളൂ. സ്തോത്രം. ഞാൻ പറയണം അനർത്ഥം സംഭവിക്കുകയില്ല. കാരണം എന്താണ്? സർവ്വശനായ ദൈവം എന്നോട് കൂടെയുണ്ട്. പിന്നെ അനർത്ഥം എന്തിനാ? പിന്നെ ദൈവം അനുഭവിച്ചതിന് അനർത്ഥമുണ്ട്, അത് ഞാൻ അനുഭവിക്കണം. പക്ഷെ അല്ലാത്ത പക്ഷം ചെറുതും വലുതും അനാവശ്യമായ ഒരു അനർത്ഥവും, അനാവശ്യമായ ഒരു പ്രയാസവും, അനാവശ്യമായ ഒരു രോഗവും എനിക്കോ എൻ്റെ കുടുംബത്തിനോ ദൈവസഭയിൽ വരേണ്ട ആവശ്യം ഇല്ല. ദൈവം വെച്ചത്, ദൈവം കൽപ്പിച്ചത് അത് ഞാൻ അനുഭവിക്കാൻ വേണ്ടി ആകുന്നു. എന്തിനു വേണ്ടിയാ? എന്നെ ശുദ്ധീകരിപ്പാൻ, എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവപ്രവൃത്തിയെ ഞാൻ മുഖാന്തരം വെളിപ്പെടുത്തുക. സ്തോത്രം. അവർ നമ്മുടെ ധാരാളം ക്യാൻസർ രോഗികളുടെ പാസ്റ്റർമാരായിക്കോട്ടെ, വിശ്വാസികളായിക്കോട്ടെ, അവർ സാക്ഷ്യം കേൾക്കുന്നത്, അവർ സൗഖ്യം പ്രാപിച്ച് സാക്ഷ്യം പറയുകയാണ്, യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി, ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഈ വിശ്വാസം വരുവാൻ അതൊരു മുഖാന്തരമായിരുന്നു. സ്തോത്രം. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മുടെ വാക്കുകൊണ്ട് പിശാച് അതുമേ പിടിച്ച്, അതേ ഞാനോ നിങ്ങളോ പറഞ്ഞാൽ പിശാച് അതുമേ ദൈവത്തോട് വാദിക്കും. കർത്താവ് എന്നോട് കൂടെ 24 മണിക്കൂർ ഉണ്ട്. അവൻ ആശ്വാസദായകനായി, അത് വീരണം ദൈവമായി എന്നോട് കൂടെ ഉണ്ട്. സൗഖ്യദായകനായി, അതേ യഹോവ ശാലോമായി, യഹോവ നിസിയായി, യഹോവ ഈരയായി ഒക്കെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. വചനം തന്നത് നമ്മൾ അനുഭവിച്ചതാ. സ്തോത്രം. ആ വചനം മുമ്പാകെ പോകാൻ വേണ്ടി അതിനെ ധൈര്യം പിടിച്ച്, അതേ വാർദ്ധക്യം നിറയെ ഉള്ള കാലത്തോളം നമ്മൾ നടക്കുന്ന കർത്താവിന് വചനം പറഞ്ഞെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പക്ഷെ കാലേബ് പറഞ്ഞ പോലെ സ്തോത്രം, അത് 85 വയസ്സായി എനിക്ക് ആ മരതാ ഞാൻ പോയി പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഈ കാലത്ത് ആർക്കും പറ്റൂല. സ്തോത്രം. പറ്റുമോ വെച്ചാ? പ്രവാചകന്മാർ നമ്മളെ മൂപ്പിക്കാൻ വേണ്ടി, അങ്ങനെ ഞാൻ പറയട്ടെ, മൂപ്പിക്കാൻ വേണ്ടി പറയും. 85 വയസ്സുള്ള കാലേബ് പറഞ്ഞു ആ മല എനിക്ക് താ. സ്തോത്രം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേണ്ട. ചെറുപ്പക്കാർക്ക് ഇന്ന് പറയാൻ പറ്റുമോ? ഏത് മല കയറും? അല്ല. ആ കാലത്ത് ദൈവം ചെയ്യിപ്പിച്ചു. ശിംശോൻ കൊണ്ട് ചെയ്യിപ്പിച്ചു, ദാവീദ് കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷെ ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാത്തിരിപ്പാണ്. സ്തോത്രം. ഒരു കാത്തിരിപ്പാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രമാണികളെ അനുസരിക്കുവാൻ, അവന് വരവേണ്ടി കാത്തിരിക്കുവാൻ കർത്താവ് നമ്മളൊന്ന് ആ കാത്തിരിപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവ് വളരെ ആവശ്യമാകുന്നു. കാരണം മനുഷ്യന്മാർ ഇതിൽ കാത്തിരിപ്പ് സാധിക്കുകയില്ല. പക്ഷെ എന്നിട്ട് മനുഷ്യൻ കാത്തിരിക്കുന്നുണ്ട്. സ്തോത്രം. നഷ്ടപ്പെട്ട മക്കളെ ഓർത്ത് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, ഭർത്താവ് അത് എവിടെയോ പോയി, ഏതോ കാലത്ത് പോയി ഇട്ടേച്ച് പോയിട്ട് അത് ആ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യമാർ, മനുഷ്യൻ കാത്തിരിക്കുന്ന. അങ്ങനെയെങ്കിൽ നമ്മുടെ കാത്തിരിപ്പ് അതിനും കൂടുതലാകണം. അതിനുവേണ്ടി എവിടെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കൂട്ടായ്മ ആചരിച്ചാലേ നമുക്ക് ആത്മശക്തി ലഭിക്കുള്ളൂ. മൂന്നാം കാര്യം, 20-ാം വാക്യം. എന്ത് ചെയ്തു? അവർ ഉപദേശിക്കേണ്ടത് നല്ല ആത്മാവിനെ കൊടുത്തു. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. സ്തോത്രം. എന്താണ്? പരിശുദ്ധാത്മാവ് തന്നത് ഉപദേശിക്കാൻ വേണ്ടിയാണ്. ഉപദേശം നിങ്ങൾ ഓർപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതെല്ലാം അവൻ ഓർപ്പിക്കും. കാരണം നമ്മൾ മറക്കുന്നവരാ. സ്തോത്രം. അത് എന്താ ഉപദേശം? ഈ കഠിന ഉപദേശം ആർക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവനെ വിട്ടുപോയ വലിയൊരു ജനം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. കഠിന ഉപദേശമാണ്. എളുപ്പമല്ല. സ്തോത്രം. എളുപ്പത്തിൽ എല്ലാവരും കൊണ്ടുപോകാൻ വേണ്ടിയല്ല. ശുദ്ധീകരിച്ച് അത് തീയിൽ കൂടി ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തീയ ജീവിതം. കാരണം വില കൊടുത്ത ഒരുവനുണ്ട്. അവൻ കഷ്ടം അനുഭവിച്ചു, അവൻ വില കൊടുത്തു. സ്തോത്രം. ഇവിടെ നെഹമ്യാ പറയാണ്, അതെ, അവൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ആ കർത്താവ് 20-ാം വാക്യം വായിച്ചത്, അവൻ ഉപദേശിക്കാൻ നല്ല ആത്മാവിനെയും അത് എവിടെ നിന്ന് കൊടുത്തു? ആകാശത്തിന് കൊടുത്തു, സ്വർഗത്തിന് കൊടുത്തു. നല്ല ആത്മാവിനെ കൊടുത്തത്. സ്തോത്രം. കെട്ടാത്മാവ്, നല്ല ആത്മാവ് നമ്മളെ നേർവഴിയിൽ നടത്തും. 23 അവരുടെ മക്കളെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും. ആകാശ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും. ദൈവം അത് ചെയ്തു. ഇസ്രായേൽ മക്കളാകട്ടെ, അതേ പെന്തക്കോസ്ത് കോളേജിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകട്ടെ, ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ അതേ സമൂഹമാണ്, മതമാണ്. അതിന് മതമായി തീർന്നെങ്കിലും എണ്ണം, ക്രിസ്ത്യാനികളുടെ എണ്ണമാണ് ലോകത്തിലെ ഏറ്റവും വലിയത്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഉള്ളൂ മുസ്ലിങ്ങളും പിന്നെ ഹിന്ദുക്കളും മറ്റുള്ള ജാതികളൊക്കെ. ക്രിസ്ത്യാനികളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. സ്തോത്രം. ആകാശ നക്ഷത്രം പോലെ എവിടെ പോയാലും കാണാം. അല്ല വേണ്ട, പെന്തക്കോസ്തുകാരെ അല്ലെങ്കിൽ വിശ്വാസികളെ പറഞ്ഞോ, അവരെ ഇവിടെ ഏത് രാജ്യത്ത് പോയാലും കാണാം. അപ്പം അവൻ്റെ കർത്താവിൻ്റെ ആ ഉറപ്പ്, പിന്നെ ആകാശ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിങ്ങളുടെ മക്കളെ വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിക്കുന്ന ദൈവം. സ്തോത്രം.
അഞ്ചാമത്തെ വാക്യം പറയുന്ന 27-ാം വാക്യം വായിക്കുന്നത്, ആകയാൽ നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു, അവർ അവരെ പീഡിപ്പിച്ചു. അവരുടെ കഷ്ടകാലത്ത് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ മഹാകരുണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു. അതെ, സ്വർഗത്തിൽ നിന്ന് അവൻ കേട്ടു. എന്തിനു വേണ്ടി നിലവിളി? എന്തിനു വേണ്ടിയാണ് നിലവിളി? അവരെ ശത്രുക്കൾ കയ്യിൽ ഏൽപ്പിച്ചു. പ്രമാണം കൊടുത്തിട്ട് അനുസരിക്കാത്ത സകലരെയും അന്നും ഇന്നും ഒരു ദാക്ഷിണ്യമില്ലാതെ, കാരണം ദൈവത്തിൽ പ്രമാണം ഉള്ളൂ. സ്വതന്ത്രം ദൈവത്തിൽ പ്രമാണം. കാരണം നിസ്സാര കാര്യം, ആപ്പിൾ തിന്നപ്പോൾ, ആപ്പിളല്ല എന്തൊരു പഴം, ഏത് പഴമായാലും ആപ്പിളായാലും അമ്മച്ചി തിന്ന് വേറൊരു പാപമൊന്നും ചെയ്തില്ല. അനുസരണക്കേട് ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. സ്വതന്ത്രം നമ്മൾ പോലും വെറുക്കുന്ന കാര്യമാണ് അനുസരണക്കേട്. പിന്നെ ദൈവത്തിൻ്റെ കാര്യം പറയേണ്ടല്ലോ. അനുസരണക്കേട് ദൈവം വെറുക്കുന്ന. എത്ര യാഗം കഴിച്ചാലും, എത്ര പള്ളി ഉണ്ടാക്കി കൊടുത്താലും, സഭ ഉണ്ടാക്കി കൊടുത്താലും കർത്താവിന് വിഷയമില്ല. അനുസരണക്കേട് കാണിച്ചാൽ ഔട്ട്. സുഖമായിട്ട് കർത്താവ് പുറത്ത്. നമ്മൾ ചിലപ്പോൾ അറിയില്ല. ഈ കാലങ്ങളിൽ കൃപായുഗമായാണ്, നമുക്ക് അറിയത്തില്ല. അറിയാൻ വേണ്ടിയാണ് കൂട്ടായ്മയിൽ വരുവാൻ പറയുന്നത്. സ്തോത്രം. നെഹെമ്യാ പറയുകയാണ്, അത് ആകാശം നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവം. സ്തോത്രം. അവനത് കേൾക്കുന്ന ദൈവമാകുന്നു, അവൻ സംസാരിക്കുന്ന ദൈവമാകുന്നു, അവൻ നമ്മളെ വർദ്ധിപ്പിക്കുന്ന ദൈവമാകുന്നു, അത് നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാകുന്നു. സ്തോത്രം. ആ കർത്താവിന് ഈ ദിവസങ്ങൾ കൂടുതൽ അറിയിച്ചറിയുവാൻ കർത്താവ് സ്തോത്രം കുടുംബത്തെ നമ്മളെല്ലാം സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവിൻ്റെ ആ പ്രവൃത്തി, അതേ സ്വന്തം അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. അതേ പാത പിന്തുടരുവാൻ മക്കൾക്ക് നൽകിയ സൗഭാഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് സ്വത്ത് അനുഗ്രഹിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. പിതാവിൻ്റെ കാര്യം ഓർത്തപ്പോൾ പെട്ടെന്ന് സ്വന്തം എൻ്റെ ഈ ഷർട്ട് സാധനം വെള്ള ഷർട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ ലൈറ്റായിട്ടുള്ള ഷർട്ട് ഇടും. സ്വന്തം ഈ തവണ ഇത് ഈ വർഷം ഇട്ടിട്ടേ ഇല്ല. ഇത് ആ ഷർട്ട് എൻ്റെ അപ്പൻ്റെയാണ്. എൻ്റെ ഡാഡിയുടെ ഷർട്ട്. ഡാഡി മരിച്ചിട്ടും 13 വർഷമായി. ഉയ്യോ, ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ ഗുണമൊന്നും ചെയ്തില്ല, ദോഷം ചെയ്തിട്ടു. പക്ഷേ അപ്പൻ്റെ വീട് എടുത്തുവെങ്കിൽ, അപ്പൻ്റെ കാശ് ഞാൻ ഭക്ഷിച്ചുവെങ്കിൽ, അപ്പൻ തന്നെ പല കാര്യം ഉപയോഗിച്ചുവെങ്കിൽ, പിന്നെ മരിച്ചുപോയി ഷർട്ട് ഉപയോഗിക്കണമെന്ന് പ്രശ്നം. ഇതൊന്നുകൊണ്ട് പാസ്റ്റർമാരോട് പറഞ്ഞപ്പോൾ അവർ കളിയാക്കി, അവർ പേടിച്ചു. ഇനി വല്ല ആത്മാവ്, ഡാഡിയുടെ ആത്മാവുണ്ട്, അതൊന്നും നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. സ്വതന്ത്രം നമുക്ക് തന്ന സ്വന്തം അവകാശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അപ്പനെ ശുശ്രൂഷിക്കാൻ ഒരു സാക്ഷ്യം കൂടി, അതായത് പിതാക്കന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ജമ്മു കാശ്മീർ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 14 വർഷം മുമ്പേ ഡാഡി എന്നെ വിളിച്ചു പറഞ്ഞു, നീ വരണം, എനിക്കിപ്പോൾ സുഖമില്ല, നീ ഇപ്പോൾ വരണം, വേലയും പരിപാടിയൊക്കെ അവിടെ ഇരുന്നോട്ട് നീ പാസ്റ്റും കാര്യങ്ങളൊക്കെ ആകാം, പക്ഷേ ഇപ്പോൾ നീ വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തരും. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഒന്നുമില്ലാണ്ട് ഞാൻ എന്നെ ഇറക്കി വിട്ടതാ. എന്നിട്ട് എത്തിയെത്തിയത് ഞങ്ങൾ അവസാനം ജമ്മു കാശ്മീർ പോയി. അവിടെ നിന്ന് വിളിപ്പിച്ചു, കാരണം സുഖമില്ലാണ്ടായി, കിടപ്പിലായി. സ്തോത്രം. പറഞ്ഞു വന്ന് നോക്കണം, ഇപ്പോൾ നീ വന്നാൽ സ്തോത്രം അത് ഗുണം. അല്ലെങ്കിൽ ഞാൻ സകല നാട്ടുകാരോടും പറയും നീ വലിയ പാസ്റ്ററായിട്ട് നീ എന്നെ നോക്കിയില്ലെന്ന്. ശരിയാണ്. പക്ഷെ അത് പേടിച്ചിട്ടല്ല, പ്രാർത്ഥിച്ചു വളരെ ദുഃഖത്തോടെ. ആ 12 മണിക്കൂർ ആ മല, 12 മണിക്കൂർ ശ്രീനഗറിൽ നിന്ന് ജമ്മു ഇറങ്ങി 12 മണിക്കൂർ ബസ്സിലെടുക്കും. 12 മണിക്കൂറും എൻ്റെ ഭാര്യ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിങ്ങി പറയും, അച്ഛാ എത്രയും നാണക്കെട്ട് ആൾക്കാർ, ആ വണ്ടിയിൽ ആൾക്കാരുണ്ട്, അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ. ഒരു പെണ്ണ് കയറിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ ഒരാണ്, അത് കുറച്ച് പ്രായമുള്ള ആൾ, 12 മണിക്കൂർ കരച്ചിലായിരുന്നു. സ്വന്തം കർത്താവ് എന്ത് ചെയ്യണം? അപ്പനെ നോക്കണോ, വേറെ നോക്കണോ? അങ്ങ് ഇത്രയും കഷ്ടപ്പെട്ടാണ് കർത്താവിൻ്റെ നിയോഗത്തോടെയാണ് പോയതാണ്. പക്ഷെ വചനം എന്ത് നിയോഗം ഉണ്ടായാലും വചനമുണ്ട്, നീ നിൻ്റെ അപ്പനെയും അമ്മയും അനുസരിക്കുക. എത്രയും വലിയ പ്രസിഡൻ്റ് ആയാലും എത്രയൊക്കെ ഉണ്ട്, നമ്മൾ ആ കാര്യം വിട്ടിട്ട് അത് അപ്പൻ അമ്മയെ നോക്കിയാൽ അതിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. സ്തോത്രം. കർത്താവ് നമ്മൾ ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കും, സഹായിക്കും. പലരും അത് ചെയ്യുന്നു. സൗപ്രവർത്തക ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുന്ന അവിശ്വാസിയായ പോലും സ്വതം അപ്പച്ചനെ അമ്മച്ചൊക്കെ അവർ നോക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള നല്ല മനോഭാവമുള്ള ദൈവമക്കൾക്കായി സ്വതം ചെയ്യുന്ന അതേ ആകാശത്തിന് നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിന് പ്രവൃത്തി അവന് സമയം വരെ ശക്തിയോട് ചെയ്ത്, അവൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ സംസാരം കേട്ട്, അവന് വേണ്ടി അവൻ്റെ പ്രമാണം അനുസരിച്ച് ഓടുവാൻ കർത്താവിനെ സഹായിക്കട്ടെ. സമയം നൽകിയ ദൈവദാസൻ നന്നായിരിക്കും. കർത്താവിൻ്റെ വിലപ്പെടുന്നാമം വായിച്ചുകൊടുമാറാകട്ടെ. നമ്മളെ കേൾപ്പിക്കുവാനായിട്ട് ഇടയായിക്കൊണ്ടല്ലോ. നല്ലൊരു ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി ഞാൻ ദൈവത്തിൽ വായിച്ച് വിശ്വസിക്കുകയാണ്. ഇപ്പം സമയത്ത് വചനത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തന പുസ്തകം